ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ കൊച്ചിൻ മീറ്റപ്പിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. നമ്മൾ മീറ്റപ്പ് നടത്തിയത് കൊച്ചിയിലുള്ള ലെക്സോ കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള അതായിരുന്നു നമ്മുടെ വെന്യൂ. പാലാരിവട്ടത്താണ് ആ വെന്യൂയുടെ പ്ലേസ് വരുന്നത്. വളരെ നന്നായിട്ടുള്ളൊരു വെന്യൂ ആയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ കൊച്ചി മീറ്റപ്പിന് വേണ്ടിയിട്ട് 48 മെമ്പേഴ്സാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവസാനം അവിടെ ഒരു കോളറയുടെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് കുറച്ച് പേര് നമ്മൾ ഇൻഫോം ചെയ്തു. മീറ്റപ്പിൻ്റെ മുമ്പ് തന്നെ അവർ ഇൻഫോം ചെയ്തതുകൊണ്ട് നമ്മൾ അവരുടെ ക്യാഷ് റീഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മീറ്റപ്പ് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ 10 to 2 PM എന്നാണ് മീറ്റപ്പിൻ്റെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10 AM തന്നെ നമ്മൾ മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 1 o'clock കൂടി നമ്മുടെ ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷന് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ എല്ലാം ഒരു 4 PM വരെ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാവർക്കും അവർക്ക് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ അവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ് കൊച്ചിൻ മീറ്റപ്പിനെ കൊണ്ട് തരുന്ന ഒരു സന്തോഷം. പിന്നെ നമ്മുടെ മീറ്റപ്പിൽ നമ്മൾ മീറ്റപ്പ് നടത്തിയത് July 14 സൺഡേ ആയിരുന്നു. അവിടെ വരുന്നവരിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരുന്നു, യോഗ ട്രെയിനർ ഉണ്ടായിരുന്നു, സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു, പിന്നെ സ്കൂളുകളിൽ പ്രിൻസിപ്പൽ പോസ്റ്റിലൊക്കെ ഇരിക്കുന്നവരെ കാണാൻ പറ്റി. ബട്ട് ഇവരുടെയൊക്കെ സാലറി എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ വളരെ കുറവാണെന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഗൾഫിലേക്ക് ജോബ് നോക്കുന്നത്. അവർക്ക് ഗൾഫ് കൺട്രീസിൽ ഏത് ഭാഗത്തേക്കാണോ അവർക്ക് ജോബ് നോക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് അറിയേണ്ടിയിരുന്നത്. പിന്നെ അതിലുള്ള ഒരു റിവ്യൂവിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇനി വരുന്ന നമ്മുടെ ക്ലാസ്സുകളിൽ കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, കുറേ ആളുകൾക്ക് ഓൺട്രപ്രണേഴ്സ് ആകാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓൺട്രപ്രണർ ആവുക എന്നുള്ളതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ മീറ്റിംഗ് സെഷനിലും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് വേണമെന്നുള്ളത് അവർ പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതുപോലെ ബിസിനസ് ചെയ്യുന്നവർ, അതുപോലെ റീസെൻ്റ്ലി ഗൾഫ് കൺട്രീസിൽ ജോബ് കിട്ടിയവരുടെ ഒരു റിവ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി നല്ലതായിരിക്കും എന്നുള്ളത് അവിടുന്ന് പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട്, കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് പേർക്ക് നമുക്ക് ജോബ് ആക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതുപോലെ ജോലി കിട്ടുന്നവരുടെ ഒരു റിവ്യൂ വീഡിയോ അവരോട് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അവരെങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്, അവരെങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്, അവരുടെ ഇൻ്റർവ്യൂ പ്രോസസ്സ് എങ്ങനെയായിരുന്നു, എല്ലാം വിശദമായി അവരുടെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും, അതിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളവരാണ് നമുക്ക് റിവ്യൂ വീഡിയോസ് തരിക. അപ്പോൾ അതെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാണ്. പിന്നെ നമ്മൾ കൊച്ചിൻ മീറ്റപ്പിൽ നമ്മൾ കണ്ടത് ചെറിയൊരു ഓൺട്രപ്രണറെ അവിടെ നിന്ന് നമ്മൾ പരിചയപ്പെട്ടു. 16 years ആയിട്ടുള്ള കുട്ടിയാണ്. അവന് ഇൻസ്റ്റഗ്രാമിലൂടെ ഓൾഡ് മൊബൈൽസ് വിൽക്കുന്നതാണ് അവളുടെ ജോബ്. അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റും ആൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അവനും അവൻ്റെ ഉമ്മയായിരുന്നു നമ്മുടെ മീറ്റപ്പിന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മീറ്റപ്പിൽ കണ്ടത് PhDയും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും ജോബ് കിട്ടാതെ ഗൾഫിലേക്ക് ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ ട്യൂഷൻ നടത്തുന്ന 150 കുട്ടികൾ വരെ ഉള്ള ഒരു ആളെ കണ്ട്. അവർ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്, ബട്ട് അവർക്ക് ആവശ്യത്തിനുള്ള പേയ്മെൻറ്റ് അവർക്ക് കിട്ടുന്നില്ല. വളരെ വിഷമം തോന്നി. അങ്ങനെ നമ്മുടെ ഒരു മീറ്റപ്പിൻ്റെ ആ ഒരു ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് വളരെ സന്തോഷം തോന്നി. അവർ റിവ്യൂ തരുമ്പോൾ പറഞ്ഞു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. കാരണം നമ്മൾ എന്തൊരു പണിയെടുക്കുകയാണെങ്കിലും നമ്മുടെ ടൈമിനൊരു വാല്യൂ ഉണ്ട്. കാരണം എല്ലാവർക്കും ഒരു ദിവസം 24 hours നമുക്ക് കിട്ടുന്നത്. അതിൽ നമുക്ക് ഉറങ്ങണം, മറ്റു കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ബാക്കി നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോന്നും നമ്മൾക്ക് പെയ്ഡ് ആയിരിക്കണം. അത് വലിയൊരു സാലറി കിട്ടിയില്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമ്മളൊരു സർവീസ് ഫീ വാങ്ങുക. അതുപോലെ ട്യൂഷൻ സെൻറ്ററുകൾ, ട്യൂഷനൊക്കെ എടുക്കുന്നവരോട് പറയാൻ, ആദ്യം തന്നെ നിങ്ങളുടെ ട്യൂഷൻ ഫീസ് ഫിക്സ് ചെയ്യുക. എന്നാൽ പിന്നെ ലേറ്റർ നിങ്ങൾ അത് പറഞ്ഞില്ലല്ലോ, ഇത് പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഒരു ഇഷ്യൂ വരില്ല അവിടെ. അപ്പോൾ ട്യൂഷൻ എടുക്കുന്നവർ ആദ്യം തന്നെ എത്ര നിങ്ങൾക്ക് ഫീ വേണം,
അതുപോലെ മാർക്കറ്റിൽ മറ്റുള്ളവരൊക്കെ എത്ര ദിവസമാണ് ഈ ക്ലാസ് കൊടുക്കുന്നത്, ഒരു കുട്ടിയുടെ ഒരു ക്ലാസ് ഒരു സബ്ജക്റ്റ് എത്ര ദിവസം പഠിപ്പിച്ചാലത് നന്നായിട്ട് പഠിപ്പിച്ച് ആ കുട്ടിക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളതിൽ സബ്ജക്റ്റ് എക്സ്പേർട്ടാണെങ്കിൽ നിങ്ങൾക്കറിയാം. അതുപോലെ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഒരു 2-3 കുട്ടികളെ ട്യൂഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ റിസൾട്ട് നല്ലൊരു റിസൾട്ട് കാണിച്ചാൽ പിന്നെ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യമില്ല. ആളുകൾ നമ്മളിലേക്ക് വരും. അതാണ് നമ്മളവിടെ അറ്റൻഡ് ചെയ്തൊരു മെമ്പർ പറഞ്ഞത്. അവർ ട്യൂഷൻ എടുത്തു, ഇത്രയും കുട്ടികളുണ്ട്, ബട്ട് അവർക്ക് പേയ്മെൻറ്റ് വാങ്ങുന്ന കാര്യത്തിൽ അവർ ഫെയിൽഡായിരുന്നു. അപ്പോൾ അതിനുള്ള അവർക്ക് ഹെൽപ്ഫുള്ളായി നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ ഓവറോൾ പിന്നെ ചിലർ അവരുടെ പാരൻസ് അവർ വിട്ടതായിരുന്നു, മീറ്റപ്പിന് നിർബന്ധിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് മീറ്റപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഓപ്പണാക്കി കൊടുത്തത് എന്ന് പറഞ്ഞു. അത് നമുക്ക് സന്തോഷം കിട്ടി. പിന്നെ വേറൊരാൾ ലെക്സോ കൊച്ചിനിൽ വെച്ച് മീറ്റപ്പ് നടത്തിയപ്പോൾ അവിടെ വെച്ചിട്ടൊരു മീറ്റപ്പ് അറ്റൻഡ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്ന ഒരാളുണ്ടായിരുന്നു. അവരും ഹാപ്പി ആയിരുന്നു. ഇങ്ങനെയാണ് ഓവറോൾ ഇത്രയായിരുന്നു. ബാക്കി റിവ്യൂ വീഡിയോസ് ഞാൻ റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇത്രയായിരുന്നു കഴിഞ്ഞത്. അപ്പം നമ്മൾ ഒരാൾക്ക് 650 ആയിരുന്നു ചാർജ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ക്ലാസ് പ്ലസ് അവർ നമുക്ക് കമ്പ്യൂട്ടർ പ്രൊജക്ടർ എല്ലാം പ്രൊവൈഡ് ചെയ്തു. പിന്നെ നല്ലൊരു ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് ഫുഡും കൊടുത്തിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ നിന്ന്. ഇത്രയാണ് നമ്മുടെ കൊച്ചിൻ മീറ്റപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു കൊച്ചിയിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമുക്ക് ഈ വെന്യൂ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ തന്നെ ഒരു മെമ്പറുണ്ട്, മുംതാസ് എന്ന് പറഞ്ഞിട്ടുള്ള. കാരണം നമ്മൾ കാലിക്കറ്റ് ആൻഡ് എറണാകുളം ട്രെയിനിങ്ങിനുള്ള മീറ്റപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിലൊക്കെ നമ്മൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറെ ആരെയും അവിടെ അറിയില്ലായിരുന്നു. അങ്ങനെ മുംതാസാണ് നമുക്ക് മെസ്സേജ് ചെയ്തത്. മുംതാസ് കുറേ വെന്യൂസ് പറഞ്ഞു തന്നു. പിന്നെ മുംതാസിനെ അറിയുന്ന അവരുടെ ആൻറ്റിയുടെ നമ്പർ തന്ന് അവരാണ് നമുക്ക് ഈ വെന്യൂ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ അവരോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. നന്നായിട്ട് നമ്മൾ വിചാരിച്ചതിലും നന്നായിട്ട് തന്നെ കൊച്ചിനിലെ മീറ്റപ്പ് നമുക്ക് നടത്താൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വെക്കേഷന് നമുക്ക് ഇതുപോലെ മീറ്റപ്പ് പ്ലാൻ ചെയ്യാം. അത് ഒന്നും കൂടെ, കാരണം ഓരോ മീറ്റപ്പ് കഴിയുമ്പോഴാണ് നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടുന്നത്. ആ ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരാനും എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റും. കാരണം നമ്മളിവിടെ ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ മീറ്റപ്പ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അതൊന്നും കൂടെ, ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരിക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വെക്കേഷനിൽ വീണ്ടും കൊച്ചിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്തത് റിവ്യൂ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ആളുകളിലേക്ക് നമ്മൾ ചാനൽ എത്തിച്ചു കൊടുക്കുക. കുറേ ആളുകൾ നമ്മളിപ്പോൾ അടുത്താണ് നിങ്ങളുടെ വീഡിയോ കണ്ടത്, എന്നിട്ട് കണ്ടിന്യൂസ് വീഡിയോസ് കണ്ടു. അത് കണ്ടിട്ട് പിന്നെ 10-15 ഡേയ്സിൽ ജോബ് കിട്ടിയവരുണ്ട്. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വാച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ജോബ് നോക്കുന്നവർക്കും അത് യൂസ്ഫുൾ ആവട്ടെ, അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ക്ലാസ്സസ് വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്ലാസ് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തതൊക്കെ നമ്മുടെ വെന്യൂ ചാർജ് മാത്രമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ക്ലാസ്സിന് ഒരു ഫീയും നമ്മൾ വാങ്ങിയിട്ടില്ല. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അറ്റൻഡ് ചെയ്തവർ ഇത്രയും ഹാപ്പി ആവുമ്പോൾ ഇതേ കാര്യങ്ങൾ നിങ്ങൾ ആളുകളായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ക്ലാസ്സസ് നല്ലതായിരുന്നോ, വീഡിയോസ് കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വന്നോ. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ചാനൽ ഗ്രൂപ്പ്സൊക്കെ എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും ജോബ് കിട്ടട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് ഗോയിങ്.